കറക്റ്റ് ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് എരുന്തുകാരൻ വരും. കുറെ ആയി ഇപ്പൊ എരുന്ത് കിട്ടിയിട്ട്. ഇത് നല്ല ചെറിയ പുളിയരുന്താട്ടോ. കടലവണ്ടിയിലെ എരുന്താന്ന് അവര് പറഞ്ഞു. നല്ലോണം ഉരച്ച് കഴുകണം. അപ്പൊ ഇതുപോലെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വേഗം പോകും. ഓൾറെഡി കറിയൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് എരുന്ത് പിന്നെ മുളകിട്ട് വറ്റിക്കാന്നുള്ള തീരുമാനം. മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ഉപ്പ്. ഇതിലേക്ക് എരുന്തും കൂടെ ഇട്ട് കൊടുത്ത് കൈ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാം. തക്കാളിയും കൂടെ വേണേ. വീണ്ടും നല്ലോണം മിക്സ് ചെയ്യാം. പിന്നെ ഇതുപോലെ എടുത്ത് വേവിക്കാൻ വെക്കുക. കറി ടൈപ്പ് അല്ലാത്തതുകൊണ്ട് ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഷെല്ല് തുറന്ന് വരുമ്പോൾ അതൊന്ന് വെള്ളം ഇറങ്ങി ആ ഒരു വെള്ളമാണ് ഈ എരുന്തിന് ഏറ്റവും ടേസ്റ്റ്. വെള്ളം വറ്റി നമ്മുടെ പാകത്തിനായ പിന്നെ ഗ്യാസ് പിന്നെ ചെറിയ ഉള്ളിയിലൊന്ന് വറവിട്ട് കൊടുക്കുക. എനിക്കതിനുള്ള സമയവും ക്ഷമയും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച്. ഇതും കൊള്ളാം. മുൻപ് ഒരു എരുന്തും കറിയുടെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കമന്റ്സ് കണ്ടു. ഇതിന്റെ ഷെല്ലാണോ കഴിക്കുന്നത്, എരുന്ത് ഇങ്ങനെയല്ലല്ലോ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ഷെല്ലാരും കഴിക്കില്ല. ഉള്ളിലുള്ള ഫ്ലഷ് എടുത്തിട്ട് തോട് ഇതുപോലെ കളയും. ഞങ്ങളുടെ ഇവിടെ എരുന്ത് വാങ്ങിക്കുമ്പോൾ തോടോട് കൂടിയാണ് അധികം കുക്ക് ചെയ്യുക. വലിയ ടൈപ്പ് എരുന്തൊക്കെ ആണെങ്കിലാണ് ഇറച്ചി മാത്രമായിട്ട് ആ ഒരു ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമില്ല. എരുന്ത് ഇങ്ങനെ തോടോട് കൂടി ഉണ്ടാക്കുമ്പോഴാണ് കുറച്ചുകൂടെ രസമായിട്ട് തോന്നിയിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഇഷ്ടം എന്ന് കമന്റ് ചെയ്യണം. ശരി, ടാറ്റാ.